എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഉറക്കെ എഴുന്നേറ്റ് ഉടനെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഭയങ്കര പ്രത്യേകത ഉണ്ടെന്ന്. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പെഹൽഗാമിലായിരുന്നു. പെഹൽഗാമിൽ നിന്ന് നമ്മൾ തിരിച്ച് ജമ്മുവിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴിക്കെന്ന് വെച്ചാൽ ജമ്മു ഹൈവേ ക്ലോസ് ആണ്. കഴിഞ്ഞ ദിവസം ജമ്മു ഹൈവേ ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടു, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത സമയത്ത് 1-2 ലോറികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ലോറി ഉണ്ടെങ്കിൽ സേഫ് ആണെന്ന് കരുതി ഞങ്ങളിവിടെ പാർക്ക് ചെയ്തു. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഏകദേശം 7:30 ഇപ്പോൾ ഞങ്ങളിവിടെ ലോക്കായ പോലെയാണ് കേട്ടോ. എന്ത് സംഭവം എന്ന് വെച്ചാൽ കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ടിൽ ലോറി, ഇവിടെ ലോറി, ഇപ്പുറത്ത് ലോറി. ഇതിലേക്കൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ മരവും പിന്നെ കല്ലും എല്ലാം ഉണ്ട്. അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇതിലേക്കൂടെ പോകാമെന്ന് വെച്ചാൽ ഇവിടെയും പോകാൻ പറ്റത്തില്ല. ഫുൾ ലോക്കായി. ആദ്യം 2 ലോറിയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 100 ലോറിയോളം ഇവിടെ ഉണ്ട്. ഫുൾ ലോറികളാണ് കേട്ടോ. എങ്ങനെ ഇനി തിരിച്ചു പോകുമെന്ന് അറിയുമ്പോൾ റോഡ് ഇന്ന് തുറക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്രയും ലോറികൾ പോവാതെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. എന്താ പറയുക, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയി പോയിട്ടോ. രാവിലെ തന്നെ കിടക്കുന്ന ലോറിയോട് ലോറി. ഇതെല്ലാം പോയാലേ നമുക്ക് ഇനി എന്താ പറയുക ജമ്മുവിലോട്ട് പോകാൻ പറ്റുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്, പക്ഷെ നടന്നില്ല. ഇനിയിപ്പോൾ വണ്ടിക്കകത്ത് കയറി കിടക്കുക, അതേ ഉള്ളൂ വഴി. അവർ രണ്ടുപേരും കിടക്കുവാണ് കേട്ടോ. നമ്മളെ വിഷ്ണുവും പതഞ്ജലി ബ്രോയൊക്കെ കിടന്നുറങ്ങുവാണ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വെച്ചിരുന്നപ്പോഴത്തേക്ക് ഒന്നും നടക്കാതെ ആയി. നോക്കി രണ്ടുപേരും നല്ല സുഖം ഉറക്കമാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. ജമ്മുവിൽ എപ്പോഴാണ്, അതായത് ജമ്മു ശ്രീനഗർ ഹൈവേ എപ്പോഴാണ് അടയ്ക്കുന്നത്, എപ്പോഴാണ് തുറക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ കുറേ വട്ടം അടച്ചായിരുന്നു, ഇപ്പോൾ വീണ്ടും അടച്ചു. എന്താ റീസൺ എന്ന് ചോദിച്ചാൽ പോലും ഇവിടുത്തെ പോലീസുകാർ പറയത്തില്ല, ഇന്ന് പോകാൻ പറ്റത്തില്ല എന്ന് മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം നമ്മളെന്തായാലും ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെ പോയാലും ഒരു 10 മണിയാവും തോന്നുന്നു. ഈ ലോറികളെല്ലാം എങ്ങനെ പോയാലും ഇവിടുത്തെ ഈ ഒരു 4-5 ലോറി മാറാതെ ഞങ്ങൾക്ക് ഒന്ന് അനങ്ങാൻ പറ്റത്തില്ല. എനിവേ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നേരെ ജമ്മുവിലോട്ട് വിടാം. അങ്ങനെ വണ്ടി എങ്ങനെ എടുക്കാൻ പറ്റാതായപ്പോൾ ഞങ്ങളിതിന് ഡ്രൈവർമാരടുത്ത് വിളിച്ച് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കോട്ട് എടുക്കുകയാണ് കേട്ടോ. ഒരു വണ്ടി ബാക്ക് എടുത്താലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ ഒരു വണ്ടി ബാക്കോട്ട് എടുത്തു. ആ ടീക്ക് ഉസ്കോ പീछे പറഞ്ഞ. അപ്പോൾ ഓരോരുത്തരായിട്ട് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചിട്ട് നമ്മൾ വണ്ടി എടുക്കും കേട്ടോ രാവിലെ. അങ്ങനെ നമ്മൾ കാശ്മീരിലെ പൊടിപടലം പിടിച്ച റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ നേരെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പഞ്ചാബാണ്. അങ്ങനെ ഞങ്ങൾ പഞ്ചാബ് ലക്ഷ്യമാക്കി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പഞ്ചാബിൽ പോകുന്ന വഴിക്ക് ജമ്മുവിലെത്തുകയും ജമ്മുവിൽ നമ്മുടെ ഭരത് ബ്രോയുടെ ഒരു സുഹൃത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുറേ നാളായി ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ നല്ല പൊരിച്ച ചിക്കനും ഒക്കെ കഴിച്ച് അവിടെ നമ്മുടെ ഹോട്ടലിൻ്റെ ഓണർ നല്ലൊരു കലാകാരനായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ്റെ കൂടെ കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ അവിടെ നേരെ പഞ്ചാബിലെ ഒരു ഗുരുദ്വാരയിലായിട്ടാണ് എത്തിയത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പത്താൻകോട്ടിലെ ഒരു എന്താ പറയുക ഗുരുദ്വാറിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ യാത്ര ചെയ്യുന്നവർക്ക് പഞ്ചാബിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗുരുദ്വാരാസ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പേ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഗുരുദ്വാറിൽ വന്നിട്ടോ. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ താമസിച്ചത് നല്ല ഒരു ചെറിയൊരു റൂമും അതിനകത്ത് ബെഡൊക്കെ കാണും, നമുക്ക് അവിടെ കിടക്കാം, ടോയ്ലറ്റ് ഫെസിലിറ്റി, കുളിക്കാനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്. കൂടാതെ ഭക്ഷണം വരെ നമുക്ക് കിട്ടും കേട്ടോ. ഗുരുദ്വാറിൽ വന്നു കഴിഞ്ഞാൽ ഒന്നിനും നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. പിന്നെ പൈസ കൊടുത്തുള്ള റൂമുകളും കാര്യങ്ങളും ഉണ്ട്, അത് നമ്മൾ ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് അത് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ കുറേ ഫെസിലിറ്റികൾ നമുക്ക് യാത്രയിൽ കിട്ടും കേട്ടോ പഞ്ചാബിലെ ഗുരുദ്വാരയിൽ വന്നാൽ. പിന്നെ പല സ്ഥലങ്ങളിലുണ്ട് ഗുരുദ്വാരാസ്. അങ്ങനെ ഞങ്ങൾ നമ്മൾ ഭരത് ബ്രോ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഗുരുദ്വാര വന്നത്. ഇതാണ് ഗുരുദ്വാര, പത്താൻകോട്ടിനടുത്തുള്ളൊരു ഗുരുദ്വാര കേട്ടോ. ഞങ്ങൾ താമസിച്ച റൂം അപ്പുറ സൈഡാണ്, അവിടെയാണ് ഞങ്ങൾ താമസിച്ച റൂം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഭരത് ബ്രോ, நீங்கள் தான் எனக்கு குருத்வாரை காமிச்சு கொடுத்தது. நல்லா இருக்கு,
നല്ല സൂപ്പറാ ഉറങ്ങി. இங்க வந்தால ஹரியானா பஞ்சாப்ல எல்லாம் வந்தா யாராரோ ஸ்டே பண்ணுவாங்க ஏதாவது தோணா. சோ இந்த குருத்வார் எங்க போலாம் கிடைக்கும். ஒரு செகண்ட் இங்க வெட்டம் கம்மியா இருக்குல்ல. சொல்லு. ஸோ யாராவது ட்ராவல் பண்ண வருவோம், யாராவது ஹரியானா குருத்வார் இந்த மாதிரி வந்தா ஸோ இங்கெல்லாம் நிறைய குருத்வார் கிடைக்கும் பஞ்சாப்ல எல்லாம். ஸோ இங்கே வந்து நைட் எல்லாம் ஸ்டே பண்ணலாம். ஸோ இன்னும் இல்லை ஸோ உங்களுக்கு பாத்ரூம் கிடைக்கும், ஸோ நல்ல ரூம் கிடைக்கும், ஸோ சாப்பாடு கூட கிடைக்கும். இங்கே பார்த்துட்டு இருக்கீங்களா, ஸோ இதுதான் ஆக்சுவலி இங்கே லங்கர்னு சொல்லுவாங்க. லங்கர் அப்படின்னா சாப்பாடுன்னு சாப்பாடுக்கு லங்கார்னு சொல்லல. ஸோ இங்கே அவரதே அது வேற ஏதாவது കൾച്ചർ இருக்கு, അത് കൾച്ചറിനെ நம்ம ஃபாலോ பண்ணணும். அப்படியா? അപ്പോൾ നമ്മളിതാ രാവിലെ ബാബാജി അടുത്ത് പോയിട്ട് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. വിഷ്ണു ഇപ്പോൾ വണ്ടിയിൽ നിന്ന് തുണി വയ്ക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. വിഷ്ണു ഇപ്പോൾ വരും. എന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇന്ന് ഇറങ്ങും. ഇന്ന് നമ്മൾ നമ്മളെ ഭരത് ബ്രോ ഇന്ന് ഡ്രോപ്പ് ചെയ്യും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഞാനിതിനും ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ലാതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയത്തില്ല. സംഭവം ഉണ്ടോ, നമ്മൾ തല കെട്ടിക്കുന്നുണ്ടോ? ഞാനും ഭരത് ബ്രോ വിഷ്ണു എല്ലാവരും തല കെട്ടിയിരിക്കുക. സംഭവം ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവരുടെ ആചാരം നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ് കേട്ടോ. അതിനാണ് നമ്മൾ ഈ തലയിൽ ഈ തുണി കെട്ടുന്നത്. എന്നിട്ടേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി ഇവിടെ തന്നെ കിട്ടും കേട്ടോ, പൈസ ഒന്നും കൊടുക്കണ്ട, അവിടെ തന്നെ കിട്ടും. അപ്പോൾ അത് നമ്മൾ തലയിൽ കെട്ടി. ഇവിടെ എല്ലാം ഫ്രീ ആണ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. ഇനി നമ്മൾ നേരെ പോയി ഭക്ഷണം കഴിക്കാൻ പോകണം. ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ തന്നെ വണ്ടി ഒതുക്കിയിടായിരുന്നല്ലേ. അതെ അതെ. എന്താണ് ഇവിടെ കാന എന്നെ கிடைக்கும் ப்ரோ? என்ன கிடைக்கும் கானா? சோ கானா வந்து ரோட்டி இருக்கு, அப்புறம் சாவல் கூட இருக்கு, தால் கூட கிடைக்கும். சோ இங்க என்ன இருக்கோ எனக்கு கூட தெரியல. சோ வாங்க போய் பார்க்கலாம். ஓகே. ഗൈസ് നമുക്കിതവിടെ ചോറും ചെറുപയർ കറിയും ഒക്കെ തന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ റൊട്ടിയും കൂടെ കിട്ടും. കയ്യിലെ പ്ലേറ്റിൽ കൊടുക്കാതെ റൊട്ടി കയ്യിലതാ വാങ്ങണം അല്ലേ? ഒരു കൈ കാമിച്ചാൽ പോതല്ലോ. കൊടുത്തോ ഇല്ല. കണ്ടോ? അപ്പോൾ നമുക്ക് ആ റൊട്ടിയും തന്നു. ഞാൻ പിന്നെ ഒരു പതുക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് വലിയൊരു ഹാളിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ വിഷ്ണു? ഞാനത് ഫസ്റ്റ് ടൈം കേട്ടോ. തീന്ന് പറഞ്ഞിട്ടില്ല അവൻ. അതും കേട്ടാ? അത് ഞാൻ കേട്ട്. രണ്ടുപേരാ തീൻ. കഴുകി അറിയാവുന്നതൊക്കെ 1 മുതൽ 10 വരെ ഉള്ളൂ. ശരിയെന്നാ കഴുകി. നമ്മളിതാ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇത് ഞാൻ കറിക്കാന്ന് വെച്ചാണ് ഈ പാത്രം എടുത്തത്. പക്ഷെ പിന്നെ അറിഞ്ഞത് ഇതിനകത്ത് വെള്ളം കൊണ്ട് തരും കേട്ടോ. ബ്രോ അപ്പം പോലാം. എപ്പടി ഇരുந்துச்சு? നല്ല ഇരുந்துச்சு. ഗുഡ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു നല്ലൊരു കൺസെപ്റ്റായിട്ട് തോന്നി കേട്ടോ. നമ്മുടെ നാട്ടിലും കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കൺസെപ്റ്റാണ്. കാരണം എന്താ പറയുക, ഗുരുദ്വാര എന്ന് പറഞ്ഞു, നമുക്ക് ഭക്ഷണവും താമസവും. അതുപോലെ തന്നെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ വന്നത് കേട്ടോ. ഞാനത് വീഡിയോ ഒന്നും ചെയ്തില്ല. ഞങ്ങളിവിടെ രാത്രി വന്ന സമയത്ത് നമ്മൾ ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം എവിടെ നിന്നാണ് വരുന്നതെന്നോ എന്താ ഏത് ജാതിയാണോ ഏത് മതമാണെന്നോ ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. ഒരു ഡീറ്റെയിലും കളക്ട് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് നമുക്ക് അവിടെ റൂമുണ്ട്, പോയി കിടന്നോളൂ എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഞങ്ങൾ വന്നു, ഭക്ഷണം കഴിച്ചു. കീടില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഒരു കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര ദിവസം വേണം ഇവിടെ താമസിക്കുമോ ഭക്ഷണം കഴിക്കുമോ എന്ത് വേണം ചെയ്യാം, അവരൊന്നും പറയത്തില്ല. പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ശ്രദ്ധിച്ച കാര്യം വെച്ചാൽ അവരുടെ ആരെങ്കിലും ഒരു വാളുണ്ടാവും കേട്ടോ. ആ വാളെ എല്ലാവരിലും കീപ്പ് ചെയ്യും. ഈ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഈ തലയിൽ കെട്ടിയിരിക്കുന്ന സിഖുകാരാണ് ഇവിടെ വാൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടുത്തെ കൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പഞ്ചാബ് ഹരിയാന ഭാഗത്തൊക്കെ വരുമ്പം ഗുരുദ്വാര യൂസ് ചെയ്ത് നോക്കും. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുറച്ച് നല്ല ശാന്തമായിട്ടാണ്. നമ്മൾ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നാട്ടിലും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് വേണ്ട എന്തുവാ, താമസവും ഭക്ഷണവും അല്ലേ. അത് ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ എനിക്കൊന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഭിക്ഷാടകർ കാണത്തില്ല. കാരണം എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആഹാരവും താമസവും എല്ലാം കിട്ടും അല്ലേ ബ്രോ? അതാണ് കറക്റ്റ്. നമുക്ക് അല്ലേ அதுக்கு என்ன சொல்லும் ഭിക്ഷാട തമിഴിലെ பிச்சைக்காரன் லைக் உங்களோட ஏரியால உங்களோட வில்லேஜ்ல யார பிச்சைக்காரன்
ஸோ எதிர் வந்தாலும் கூட அவருக்கு காசு கொடுக்க வேண்டாம். ஆக்சுவலி அவருக்கு என்ன வேணும்னா ஆக்சுவலி சாப்பாடு வேணும், இல்லை தூங்கணிக்கு இடம் வேணும், அவ்வளோதான். அதை கொடுத்து நீங்கள் ஸோ பஞ்சாப்ல நம்ம பார்த்தா நீங்கள் யாரும் பெக்கர்ஸ் கிடைக்காது. ஸோ அந்த மாதிரி பஞ்சாப் இருக்கு. நாம எதுக்கு நம்மளோட ஸ்டேட்டை நம்மளோட இதுக்கு ஸோ இந்த மாதிரி பண்ணக்கூடாது. ஸோ இது எல்லாரும் முயற்சி பண்ணால் கண்டிப்பாக முடியும். ஸோ அதெல்லாம் நம்மள தான் இருக்கு. ஸோ பண்ண முடியும் ആക്ച്വലി. അതെ ഗുഡ് കൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഭരത് ബ്രോ എന്ന് പോവാണ്, വിഷ്ണുവിടെ ഫോണിലാണ് കേട്ടോ. ഭരത് ബ്രോ ഇന്നേക്ക് സോ ഇങ്ങല്ല ജലന്ധർ. സോ ജലന്ധറിൽ അപ്പോൾ നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ജലന്ധറിലോട്ട് പോവാണ്. ഇനി ജലന്ധറിൽ പോയിട്ട് നമ്മളെ ഭരത് ബ്രോ ഡ്രോപ്പ് ചെയ്യും. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിനി വണ്ടി എടുത്തിട്ട് പോകാം. വണ്ടി ആ പാടെ പൊടി അടിച്ചൊരു പരിപാടി ഞാൻ കാണിച്ചു തരാം. കാശ്മീരിൽ നിന്ന് ഫുള്ള് പൊടി റോഡായിരുന്നു, പൊടി അടിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ പോകാം ബ്രോ. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. വണ്ടി ഉണ്ടോ ഫുള്ള് പൊടിയടിച്ചിരിക്കുകയാണ്. കാശ്മീരിലെ റോഡൊക്കെ വളരെ മോശമായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ പെട്ടെന്ന് പുള്ളിക്കാരനെ ഡ്രോപ്പ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇനി വണ്ടിയെല്ലാം ഒന്ന് കഴുകണം, വൃത്തിയാക്കണം, എന്നിട്ട് നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് നേരെ വണ്ടി വിട്ടിട്ട് നേരെ ജലന്ധർ പോകാം. നമ്മളിപ്പോൾ ഉള്ളത് ദസ്വ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അതായത് ഞങ്ങൾ യഥാർത്ഥത്തിൽ പുള്ളിക്കാരനെ ജലന്ധറിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നായിരുന്നു കേട്ടോ. വി വിൽ ഇതർ ഫൈൻഡ് ഓക്കെ. ആ ഞങ്ങൾ ജലന്ധറിൽ വിടാൻ നിന്നായിരുന്നു. അപ്പോഴത്തേക്ക് പുള്ളി ഇവിടെ നോക്കിയപ്പോൾ ഇവിടുന്ന് ട്രെയിൻ ഉണ്ട്. എന്നത് ഇങ്ങനെ പാക്കണം ആൾട്ടർജിക് ടു സിറ്റീസ്. ദാറ്റ് മീൻസ് സോ എൻവയറൺമെന്റ് പറ്റി ആക്ച്വലി അവരുടെ ടീഷർട്ട് അവിടെയാ. അതേവരെല്ലാം റെഡി ആക്കുക കേട്ടോ. പുള്ളിക്കാരൻ പോവാണ്. കുറേ ദിവസമായിട്ട് നമ്മളെ കൂടെ തന്നെ ആയിരുന്നു. ഭയങ്കര വി മിസ് യു ബ്രോ. We really miss you. I'm really miss you all guys. So next time I'll be coming for Kerala. കേരളത്തിൽ വന്ന ഉറപ്പായിട്ട് വരണം കേട്ടോ. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കണം ഒക്കെ ഉണ്ട്. അത് കൂടെ പ്ലാൻ രണ്ടുപേരും അതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നാലും നമുക്ക് ആലോചിക്കുന്നുണ്ട് ഓൾ കേരള രീതിയിൽ കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പം വിഷ്ണു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കും കേട്ടോ. ആ സമയം കൊണ്ട് ഇവിടെ പാക്കിങ് നടക്കുവാണ്. ഡൽഹിയിൽ ഇവിടുത്തെ ട്രെയിനുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഡൽഹിയിലെത്തും. അപ്പോൾ അവിടുന്ന് അങ്ങിരുന്ന് ഫ്ലൈറ്റിൽ തന്നെ പോകാം അല്ലേ? அங்கே ஃப்ளைட்டில் போகிறேன். டெல்லியில் 3rd of April அங்கேருந்து ஃப்ளைட் புக் பண்ண போகிறேன். ஸோ அங்கேருந்து பெங்களூர் போவேன். பெங்களൂരിൽ മൈസൂർ. അപ്പോൾ എല്ലാം റെഡി ആയിക്കോ, നമുക്ക് പോവാം. എന്നിട്ട് പുള്ളി ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മളെ പോകാനായിട്ട് നിന്ന സമയത്താണ് മനസ്സിലായത് റിസർവേഷൻ ഇല്ലാതെ നമുക്ക് ബസ് കിട്ടത്തില്ല കേട്ടോ. ഇഷ്ടം പോയി നോക്കിയിട്ട് വന്നു. റിസർവേഷൻ ഇല്ലാതെ ട്രെയിൻ കിട്ടത്തില്ല. നമുക്ക് ഇപ്പം റിസർവേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദിവസം മുമ്പേ ചെയ്യണം. ഇനിയിപ്പോൾ ട്രെയിനിലൊക്കെ പോകുന്നവരൊക്കെ കൊറോണ ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് സിറ്റിംഗ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. നല്ല റിസർവേഷൻ സങ്കടമായോ? നമ്മളെ വിടമാട്ടാങ്ങളെ വാ. നീ ബാഗ് എടുത്ത് വെച്ചോ. പുള്ളി ബാഗ് എടുത്തോ ബ്രോ, ബാഗ് എടുത്തോ. നമുക്കേ ഇനി ഞങ്ങൾ നേരെ ജലന്ധർ തന്നെ പോവാണ്. ജലന്ധർ പോയിട്ട് ജലന്ധറിൽ നിന്നും നമ്മൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് വണ്ടിയെല്ലാം ഒന്ന് കഴുകി സർവീസ് ചെയ്യണം കേട്ടോ. വണ്ടി ഒന്ന് സർവീസ് ചെയ്യുന്നതാണ് അടുത്ത പരിപാടി. പുള്ളി ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ നേരെ ജലന്ധറിലോട്ട് വിടാം. നമ്മളങ്ങനെ ജലന്ധറിലോട്ട് പോവാണ് കേട്ടോ. ജലന്ധറിൽ ഇനി ബസ്സിന് സാധ്യതയുള്ളൂ. അതേപോലെ ഇപ്പോൾ പഞ്ചാബിൽ നമുക്ക് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോഴും ടോളില്ല. പഞ്ചാബിൽ മറ്റേ കർഷക സമരം ഉള്ളതുകൊണ്ട് ടോളൊന്നും കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും കേട്ടോ. അതെന്തായാലും കാര്യമായി. ഞങ്ങൾ അവിടെ ടോളൊന്നും കൊടുക്കാതെ വളരെ ലാവിഷായിട്ട് നേരെ ജലന്ധറിലോട്ട് പോകണം. ജലന്ധർ എത്താറായി. അതിന് ഒരു 10-40 കിലോമീറ്റർ ഉള്ളു ജലന്ധർ. അവിടെ എത്തിയിട്ട് നമ്മുടെ ബസ്സൊന്ന് കണ്ടുപിടിക്കണം. പുള്ളിക്കാരൻ്റെ ബസ് കയറ്റിവിടാനാണ്. ബസ് നമ്മൾ ബുക്കൊന്നും ചെയ്തിട്ടില്ല. അവിടെ എത്തിയിട്ട് നോക്കാൻ വേണ്ടിയാണ് പ്ലാൻ കേട്ടോ. പൊന്നു 2000 രൂപ എടുക്കാൻ പറയട്ടോ. സത്യത്തിൽ നമ്മള് മാസ്ക് ഇട്ടില്ലായിരുന്നു കേട്ടോ. മാസ്ക് ഇടാതെ 3 പേർക്ക് കൂടെ 2000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. കുറെ സംസാരിച്ച് നമ്മളെ ഭരത് ബ്രോയെ കണ്ടപ്പോഴത്തേക്ക് വിട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭരത് ബ്രോ ഇങ്ങനെ പറഞ്ഞു ഞാൻ നടന്നൊക്കെ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ഇനി മേലെ മാസ്ക് ഇട്ടിട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. രക്ഷപ്പെട്ട്. അപ്പൊ പഞ്ചാബ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. പഞ്ചാബില് മാസ്ക് ഇട്ടില്ലെന്ന് പറഞ്ഞാൽ പിടിക്കും. പിന്നെ സീറ്റ് ബെൽറ്റ് എല്ലാം ഭയങ്കര ചെക്കിങ് ആണ് കേട്ടോ. ഞങ്ങള് സത്യം പറഞ്ഞാൽ നമ്മള് ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് അവിടുത്തെ രീതി ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വന്ന് അവിടെ നിന്ന് ചെക്കിങ്ങോ അല്ലെങ്കിൽ അവിടെ മാസ്കിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് വന്നു. യഥാർത്ഥത്തിൽ മാസ്ക് വണ്ടിക്കകത്തിരിക്കുമ്പോഴും ഇടണം, ഒറ്റയ്ക്കാണെങ്കിൽ ഇടണം എന്നാണ് നിയമം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്ത് ഞങ്ങള് നേരെ അവിടുത്തെ രീതിയിലേക്ക് പോകുന്നപ്പോഴാണ് പണി കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വണ്ടി പുറത്തുള്ള നമ്മളെ മിസ്സിംഗ് ആണ്. പിന്നെ കുറെ സംസാരിച്ചുകൊണ്ട് വിട്ടുപോകാം, അല്ലെങ്കിൽ 2000 രൂപ കൊടുക്കേണ്ടി വന്നാല്. അതെ. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ജലന്ധർ
ബസ് സ്റ്റാൻഡിൽ വന്നു കേട്ടോ. നമ്മളെ ഭരത് ബ്രോയെ ഡ്രോപ്പ് ചെയ്യണം. ഇവിടെ ഭരത് ബ്രോ ആ ബസ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ അപ്പം? അപ്പോൾ ഇതാണ് ഭരത് ബ്രോ പോകേണ്ട ബസ് കേട്ടോ. അപ്പോൾ അതിൽ ഭരത് ബ്രോ ഇപ്പോൾ കയറി പോവാണ്. ഞങ്ങളുടെ വണ്ടി അപ്പുറത്ത് കുറച്ച് പാർക്കിംഗ് സ്പേസ് കുറവായതുകൊണ്ട് അപ്പുറത്തോട്ട് ഇട്ടിരിക്കുകയാണ്. ഞങ്ങളിനി വണ്ടി എടുത്തിട്ട് പോവാണ്. ഭരത് ബ്രോ ബസ് കയറി പോകണം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി മൈസൂർ വരുമ്പോൾ പാകലാം. മൈസൂർ വരുമ്പോൾ കുറേ ദിവസം ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. സത്യത്തിൽ ഞങ്ങൾ നല്ല മിസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ ഭരത് ബ്രോ. എന്താ പറയുക, അവിടെ പതഞ്ജലി ബ്രോ മിസ്. മൈസൂർ വന്നാൽ ഭരത് ബ്രോ വിളിച്ചോട്ടോ. അതുപോലെ കേരളത്തിൽ വരണം, മറക്കக்கூடாது. കേരളത്തിൽ നമ്മൾ ഉറപ്പായിട്ട് പുള്ളി വന്ന് നടക്കണം. കേരളത്തിൽ കേരള കണ്ടിട്ട് നടക്കണം. റെഡി ആയിരിക്കും. അപ്പോൾ ഭരത് ബ്രോ ബസ്സിൽ കയറി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണേ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ഓക്കെ ബ്രോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഭരത് ബ്രോ ബസ് കയറ്റിവിട്ടിട്ട് നമ്മൾ പോയി വണ്ടി എടുത്തിട്ട് നമ്മൾ ഇന്ന് ലുധിയാനയിലോട്ട് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ജലന്ധർ. ഭയങ്കര ട്രാഫിക്. നമ്മൾ കുറേ ദിവസമായിട്ട് കാശ്മീരൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഇവിടെ വന്നേ പിന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ട് കേട്ടോ. അവിടെ നല്ല തണുത്ത കാലാവസ്ഥയൊക്കെ ആയിരുന്നു. എനിവേ നമുക്ക് നേരെ പോയി വണ്ടി എടുക്കാം. വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. പോയി വണ്ടി എടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ ഭരത് ബ്രോയെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് നേരെ തിരിച്ച് പോവാണ്. തിരിച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ രാജസ്ഥാനിലെ ഞങ്ങൾ പോവാത്ത കുറച്ച് ഏരിയയിലും കൂടെ കവർ ചെയ്ത് നമ്മൾ നേരെ നാട്ടിലോട്ട് പോവാണ്. നാട്ടിലോട്ട് എപ്പോൾ എത്തുന്നൊന്നും അറിയത്തില്ല. നമ്മളെന്തായാലും ഞാനും വിഷ്ണു കൂടെ ഇറങ്ങിയല്ലോ വിഷ്ണു. അപ്പോൾ ഇനി നമ്മൾ നേരെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വണ്ടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കണം. അതിനൊരു സർവീസ് സ്റ്റേഷൻ കിട്ടുവാണെങ്കിൽ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി. വണ്ടി കൂടെ സർവീസ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഒരു സർവീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കാം. ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വന്നപ്പോൾ ഉള്ള മൊത്തം അഴുക്കും പിടിച്ച് വണ്ടി ആപ്പാട് അലമ്പായിരിക്കണം. ഇതിനൊക്കെ തട്ടി കഴിയാണ്ടല്ലോ ഫുള്ള് പൊടിയാണ് കേട്ടോ. കട്ടിയായിരിക്കും. ഇത് നമ്മളൊക്കെ കഴുകിയിട്ടൊന്നും ശരിയാവുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇതാ നമ്മളിവിടെ സർവീസ് സ്റ്റേഷനിലേക്ക് എന്തായാലും കൊടുത്ത് കഴിച്ചാൽ നടക്കത്തുള്ളൂ. മൊത്തം അഴുക്കാണ്. ഇത് എത്ര തുടച്ചിട്ടും പോകുന്നില്ല. വണ്ടി ഫുള്ള് ചെളി അടിച്ച് ആകെ പരിഹരിക്കുകയാണ്. വണ്ടി വൃത്തിയേയില്ല. ആപ്പാടെ വൃത്തിയേടായി. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് കൊടുത്ത് കഴുകിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഒരു വണ്ടി കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ വണ്ടി ഇതാ ഇവിടെ താഴെയാണ് കഴുകുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ കയ്യിലാണെങ്കിൽ 200 രൂപയുള്ളൂ. അപ്പം ഫുൾ സർവീസ് ചെയ്യുന്നതിന് 400 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിൽ ATM ഉള്ളൂ പൈസ. അപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരിൽ മറ്റേ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ 200 വണ്ടിയുടെ പുറം ഒന്ന് കഴുകി തരാൻ പറഞ്ഞ് അങ്ങനെ അവർ വെളിയൊക്കെ ഒന്ന് വൃത്തിയാക്കും കേട്ടോ. തൽക്കാലം നമുക്ക് വെളിയിൽ കാണുമ്പോൾ തന്നെ ഒരുമാതിരി ഇരുന്നു. ഇപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകാം. ഇനി പെട്ടെന്ന് നാട്ടിലോട്ട് പോകും നമ്മൾ. അപ്പോൾ നമ്മളെ സോളവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ കിടന്ന വണ്ടിയാട്ടോ. ഇപ്പോൾ അടിപൊളിയല്ലേ, സംഭവം കളറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. ഇപ്പോൾ സത്യം പറയാൻ ഒരു സന്തോഷമായിട്ടോ. വണ്ടി വൃത്തിയായിരിക്കുമ്പോഴാണ് ഒരു ഐശ്വര്യം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ റെഡിയാക്കി, വണ്ടിയൊക്കെ നല്ല വൃത്തിയാക്കി. ഇനി നമ്മളെ യാത്ര രാജസ്ഥാനിലോട്ടാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ, ഞങ്ങൾ ആരും ഒന്നും കാണുന്നില്ല കേട്ടോ വീഡിയോ. ചെയ്തിട്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ എല്ലാ ആൾക്കാർക്ക് ഈ വഴക്കൂടുന്നില്ല, ഈ ഡ്രാമ ആണല്ലോ ആൾക്കാർ ഇപ്പൊ കൂടുതലും ഇഷ്ടം. ഇങ്ങനെ യാത്ര ചെയ്ത് നല്ല നല്ല എനിക്കൊന്നും ഇപ്പൊ യാത്രയൊക്കെ ആൾക്കാർക്ക് മടുത്തു തോന്നുന്നു. നമ്മളെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ തോന്നി ഇപ്പൊ യാത്ര ഇഷ്ടം. അപ്പോൾ നമ്മളിപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്. യാത്ര ചെയ്യാനുള്ള പറ്റുന്നില്ല, യാത്ര ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിൽ വരാനുള്ള പരിപാടിയാണ്. രാജസ്ഥാനിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. രാജസ്ഥാനിലെ ഡെസേർട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അതിനുശേഷം തിരിച്ച് നാട്ടിലോട്ട് വരും കേട്ടോ. അതാണ് പരിപാടി. നല്ല വിഷമമുണ്ട്. കാര്യം ഇവൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിൽ ഞാൻ ഒരുത്തനാണ്. കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടെ അതിനുള്ള ഒരു ബെനിഫിറ്റും ഒരു റെക്കഗ്നേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷമമാണ്. അതെ അതെ, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മള് യാത്ര തുടരും. നമ്മളിപ്പോ നേരെ രാജസ്ഥാനിൽ പോയിട്ട് രാജസ്ഥാനൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നാട്ടിലോട്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ വൈൻഡപ്പ് ചെയ്തു. ലവ് യു ഓൾ. ബൈ ബൈ.